നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാൻ സിബിഐ കഴിഞ്ഞ ദിവസം ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മനോജ് ഷിരോളയെ അറസ്റ്റ് ചെയ്തിരുന്നു. NTA കൂടുതൽ ഉദ്യോഗസ്ഥരെയും സിബിഐ ചോദ്യം ചെയ്തേക്കും. പലയിടങ്ങളിലായി ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖല വ്യാപിച്ചു കിടക്കുന്നുവെന്നാണ് സിബിഐയുടെ വിലയിരുത്തൽ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. ബൽറാം, വലിയൊരു ശൃംഖല തന്നെ ഇതിന് പിന്നിലുണ്ട്, നടന്നത് വലിയൊരു ഗൂഢാലോചനയാണ് എന്ന് തന്നെയാണോ സിബിഐയുടെ വിലയിരുത്തൽ? കൂടുതൽ അറസ്റ്റ് ഇന്ന് പ്രതീക്ഷിക്കാമോ? ദിൽന, ക്രിസ്റ്റീന, തീർച്ചയായും കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് CBI വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. കാരണം ഈ ശൃംഖലയുടെ വ്യാപ്തി അത് നേരത്തെ കണക്കുകൂട്ടിയതിനേക്കാൾ വലുതാണ് എന്നാണ് CBI വൃത്തങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും CBI വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഈ ഊർജിതമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുകയാണ്. കഴിഞ്ഞ ദിവസം ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മനോജ് ഷിരോളയെ അറസ്റ്റ് ചെയ്തിരുന്നു. NTA കൂടുതൽ ഉദ്യോഗസ്ഥരെയും CBI ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം തന്നെ ഈ നീറ്റ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ നിർണായക പങ്ക് അവർക്കുണ്ട് എന്ന് CBIയുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ വ്യാപ്തി അത് കഴിഞ്ഞ വർഷങ്ങളിലും സംഭവിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ CBI നിലവിൽ പരിശോധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് പരിഭാഷപ്പെടുത്തുന്ന വ്യക്തികൾ അടക്കമുള്ളവരിൽ നിന്ന് ഈ ചോദ്യങ്ങൾ ചോരുന്നു എന്ന തരത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെ എല്ലാ സെറ്റ് ചോദ്യപേപ്പറും അല്ലെങ്കിൽ ചോദ്യങ്ങളും ചോരാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചോർച്ചയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. നടക്കാനിരിക്കുന്ന പുനഃപരീക്ഷ അത് കൃത്യമായി തന്നെ ചോർച്ചയില്ലാതെ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാനുള്ള നടപടികൾ, അതിനുള്ള നിർദ്ദേശങ്ങളും വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഈ അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ള കർശന നിർദ്ദേശവും NTA നൽകിയിട്ടുണ്ട്. നിലവിൽ പൂർണ്ണമായും തന്നെ NTA ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് നടക്കാനിരിക്കുന്ന പുനഃപരീക്ഷയുടെ നടത്തിപ്പിന് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.